ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ട വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസ്. മരണമാസ് എൻ്റെ നാട്ടിലെ VKG പാവർട്ടി VKG സിനിമാസിലെ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. ആ സിനിമയ്ക്ക് ഞാൻ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ സിനിമയുടെ ഓപ്പോസിറ്റ് കളിക്കുന്നത് വലിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്ന് വെച്ചാൽ വലിയ സംവിധായകന്റെ സിനിമകളുണ്ട്, വലിയ നടന്മാരുടെ സിനിമകളുണ്ട്. ഈ സിനിമയിലെ നമ്മുടെ മരണമാസിലെ നായകനാണെങ്കിൽ ബേസിലാണ്, ഇതിന്റെ സംവിധായകനാണെങ്കിൽ ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നവാഗതനാണ്. ശിവപ്രസാദിന്റെ 3 ഷോർട്ട് ഫിലിമുകൾ, 3 വളരെ രസകരമായിട്ടുള്ള യു-ടേൺ, മഞ്ഞാന, അപ്പൂപ്പന്താടി, അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രമേയവും ട്രീറ്റ്മെന്റുള്ള 3 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുള്ള ശിവപ്രസാദാണ്. പക്ഷേ ഈ ഷോർട്ട് ഫിലിമുകൾ കണ്ട് ഇഷ്ടപ്പെട്ട ആസ്വാദകരെ, അവരെ സംബന്ധിച്ച് ശിവപ്രസാദിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാം. ശിവപ്രസാദ് നല്ല രീതിയിൽ സിനിമയെ ഒരു പാഷനായിട്ട് കാണുന്നവരാണെന്ന് അറിയാം. പക്ഷെ അല്ലാത്തൊരാളെ സംബന്ധിച്ച് ഈ ശിവപ്രസാദ് ആരാണെന്ന് അറിയില്ല. ശിവപ്രസാദിനെ പറ്റി പറയുകയാണെങ്കിൽ മിന്നൽ മുരളി എന്ന സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ സ്വതന്ത്ര സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് മരണമാസ്. ശിവപ്രസാദിനൊപ്പം തന്നെ മരണമാസിൽ എടുത്തു പറയേണ്ട ഒരാളാണ് സിജു സണ്ണി. സിജു സണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ രോമാഞ്ചം എന്ന സിനിമയിലൂടെയും അതുപോലെ വാഴ എന്ന സിനിമയിലൂടെയും അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കഥയാണ് സത്യത്തിൽ മരണമാസ്. ആ കഥയിൽ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംവിധായകൻ ശിവപ്രസാദും ഈ സിജു സണ്ണിയും ചേർന്നിട്ടാണ്. ഈ സിനിമയുടെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഡാർക്ക് ഹ്യൂമർ ആണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഒരു ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡാർക്ക് ഹ്യൂമർ സിനിമകളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആവേശം, അതുപോലെ തന്നെ രോമാഞ്ചം, പിന്നെ ഒരുപാട് സിനിമകൾ മുകുന്ദൻ്റെ ഉണ്ട്. ഇതിലൊക്കെ തന്നെ ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു പ്ലോട്ടിന്റെ ഒരു അംശം ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ അത് വളരെ മനോഹരമായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലൊരു പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു സീരിയൽ കില്ലർ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു കുറെ പരിപാടികളുണ്ട്, കൊലപാതകങ്ങളുണ്ട്. അതുപോലെ സ്വാഭാവികമായിട്ടും അത് കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ രക്തരൂക്ഷിതമാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇത്രയും ടെൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും രക്തരൂക്ഷിതമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഫൺ മൂഡ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിലൂടെ നമുക്ക് രസകരമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ സിനിമയിലെ നായകൻ തീർച്ചയായിട്ടും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നായക നടനാണ് ബേസിൽ ജോസഫ്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു പൊന്മാൻ. പൊന്മാന് ശേഷം ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ശേഷം ഇപ്പൊ ഈ മരണമാസിലെ ഈ ക്യാരക്ടർ ചെയ്തതിനു ശേഷം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്ത് സംവിധാനത്തിലേക്ക് പോവുകയാണെന്നൊക്കെ കേട്ടു. പക്ഷെ ആ ബ്രേക്ക് എടുക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് അദ്ദേഹം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് സിനിമയ്ക്ക് കയറാനായിട്ട് തോന്നും. കാരണം വളരെ ന്യൂജനായിട്ടുള്ള, അൾട്രാ ന്യൂജനായിട്ടുള്ള ഒരു ലുക്ക്. അതായത് നമ്മളിപ്പോ ഒരുപാട് ക്യാരക്ടറുകൾ, അത് നമ്മൾ ആ ക്യാരക്ടറുകളുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. യൂട്യൂബർമാരുണ്ട്, വ്ളോഗർമാരുണ്ട്, അതിലൊക്കെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള, നമ്മൾ കാണുന്നതിനപ്പുറം ഈ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തെ സ്വന്തമായിട്ടുള്ള യുണീക്കായിട്ടൊരു വീക്ഷണകോണിലൂടെ തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കാണുന്ന ഒരു അൾട്രാ ന്യൂജൻ യൂത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ സിനിമയിലെ ബേസിൽ ജോസഫിന്റെ ലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം. ലൂക്ക് ഒരേ സമയം തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാടിന് ഏറ്റവും വലിയൊരു ശല്യമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ചെക്കോസ്ലാവിയയിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി പണപ്പിരിവ് നടത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതേസമയം തന്നെ ലൂക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമ്പോൾ ആ നാടൊന്നടങ്കം, അല്ലെങ്കിൽ നാട്ടിലെ വിവരദോഷികളായിട്ടുള്ള കുറെ ചെറുപ്പക്കാർ വന്നിട്ട് ലൂക്കിനെ വിട്ടുതരണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ചിലരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളം കത്തിക്കുന്നു പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന കറന്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയിൽ വിളക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള, ഇതിന്റെ സംവിധായകനും കൂടിയായിട്ടുള്ള ശിവപ്രസാദിനും ഒപ്പം സിജു സണ്ണിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്ലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയൽ കില്ലിംഗ് ആണ്. ഒരു സീരിയൽ കില്ലറെ പേടിച്ചുകൊണ്ട് ആ പേടിയുടെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സീരിയൽ കില്ലിംഗ് എന്നുള്ള പരിപാടി വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു പത്മരാജന്റെ ഈ തണുത്ത വെളുപ്പാങ്കാലത്തിലാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ സീരിയൽ കില്ലിംഗ് എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ കൂടുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ആ സിനിമ തൊട്ട് നമ്മൾ ഈ സീരിയൽ കില്ലിംഗ് പ്ലോട്ടായിട്ട് വരുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണെങ്കിൽ അതിനേക്കാളേറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും മലയാളിക്ക് ഒരുപക്ഷെ ആവശ്യത്തിൽ കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു പ്ലോട്ട്. ചിലപ്പോൾ സീരിയൽ കില്ലിംഗ് ആണ് ആ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറി നടന്നാലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ്. പക്ഷെ അങ്ങനെ ചിരപരിചിതമായിട്ടുള്ള, സുപരിചിതമായിട്ടുള്ള ഒരു പ്ലോട്ടിൽ നിന്നാണ് ആ സീരിയൽ കില്ലിങ്ങിന്റെ എല്ലാ ഫൺ എലമെന്റ്സും അതേസമയം തന്നെ വളരെ എന്താ പറയുക, എൻഗേജിങ് ആയിട്ടുള്ള മൊമെന്റ്സും ഒക്കെ വിളക്കി ചേർത്തുകൊണ്ട് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ഇതിന്റെ ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇതിന്റെ ഒരു മേക്കിംഗ് ആണെങ്കിൽ, ശിവപ്രസാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിൽ ഒരേ സമയം തന്നെ ഈ സിനിമ ന്യൂജനായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോട്ടുകളും റെഫറൻസുകളും എല്ലാം ഉണ്ട്. ബ്രില്യൻസുകളൊക്കെ ഇങ്ങനെ വാരി വെതറിയിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിലെ തന്നെ മലയാളം മാഷുണ്ട്. ആ മലയാളം മാഷ് ഒരു ബസ് ഓണറാണ്. ആ ബസ് ഓണറായിട്ടുള്ള അദ്ദേഹം തന്റെ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള ജിക്കുവിനെ വിത്ത്
വിനീഷിലാണ് അദ്ദേഹം എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഒരു മലയാളം മാഷ്, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള മലയാളം മാഷന്മാരുടെ അദ്ദേഹം ബസ്സിന് പേരിടുന്നത് വീണപ്പൂവുണ്ട്, വേറൊരു വണ്ടിക്ക് ദുരവസ്ഥ എന്നുള്ളൊരു പേര് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ റെഫറൻസുകൾ തൊട്ട് സിഗ്മ മെയിൽ പോലെയുള്ള അൾട്രാ ന്യൂജൻ തോട്ടുകൾ വരെ ഈ സിനിമയിൽ ഇഷ്ടം പോലെ കൃത്യമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതെന്താണ് അവിടെ പറഞ്ഞത് നമുക്ക് ചിലപ്പോ നമുക്ക് ചിലപ്പോൾ ചിരി വന്നില്ലെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന വളരെ യൂത്ത് ആയിട്ടുള്ള എല്ലാവരും ചിരിക്കുന്നത് കാണാം. കാരണം അത്രയ്ക്കധികം നിരീക്ഷണം ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ഈ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അതുപോലെ ഈ സിനിമയുടെ ഇപ്പോൾ എഡിറ്റിംഗ് പാറ്റേൺ ആണെങ്കിൽ ചമൻ ചാക്കോ എല്ലാ ടൈപ്പ് സിനിമകളും വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ചമൻ ചാക്കോയുടെ കട്ട്സുകളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളാണെങ്കിലും BGM സ്കോർ ആണെങ്കിലും വളരെ മനോഹരമാണ്. മരണമാസം എന്നുള്ള ഒരു ആന്തം തന്നെ ഇപ്പോൾ ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയാവുന്ന കുറെ ക്യാരക്ടറുകൾ, ഇപ്പൊ സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാനൊരു സിനിമയിൽ വില്ലനായിട്ട് വന്നു, ആ സിനിമയിൽ എനിക്കൊരു റേപ്പ് സീൻ വന്നു, അതിനുശേഷം ഞാൻ അതേ നായികയെ നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള നായികയെ കരിമാടിക്കുട്ടിന് ശേഷം പിന്നീട് ഒരു 3-4 സിനിമയിൽ സ്ഥിരമായിട്ട് ഞാൻ റേപ്പ് ചെയ്യുന്ന ഒരാളാവേണ്ടി വന്ന ഒരു ദുരവസ്ഥയെ പറ്റി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത്രയും കടാകടിയൻ വില്ലനായിട്ടുള്ള സുരേഷ് കൃഷ്ണയെ വളരെ മനോഹരമായിട്ട് ഒരു മേക്ക് ഓവർ സിനിമയിലാണ്. അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ ഓൾറെഡി ഇത് വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. വളരെ രസകരമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷ് മാധവനെ നമുക്ക് ഇന്നാതാൻ കേസുകൂടെ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൂടെ, അല്ലെങ്കിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ വളരെ സറ്റയറായിട്ടുള്ള വളരെ ഫണ്ണായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു വെർഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാവുന്നതാണ്. അങ്ങനെ ഈ സിനിമയിലെ ക്യാരക്ടറുകളെല്ലാം തന്നെ വളരെ രസകരമായിട്ട് ആ സിനിമയുടെ ഒരു പ്ലോട്ടിനും ആ സിനിമയുടെ ഒരു സബ്ജക്റ്റിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ ആവശ്യപ്പെടുന്ന ഒരു മേക്കിംഗ് പാറ്റേൺ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന, മതിമറന്ന് ചിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മരണമാസ്. പക്ഷെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് വയലൻസ് ഉള്ള സിനിമയൊന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ചും എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് സിനിമയ്ക്ക് പോയത്. അപ്പൊ എന്റെ അമ്മ ചോദിച്ചു, ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണ്, അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ ഇല്ലാന്ന് അമ്മയെ ബോധിപ്പിക്കേണ്ടി വന്നു. അപ്പോ നമ്മൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഈ പേര് കേൾക്കുന്ന പോലെ ഇത് ഒരുപാട് വയലൻസ് ഉള്ള, ഭയങ്കര എന്താ പറയുക, ബീഭത്സമായ രംഗങ്ങളുള്ള, ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്ത രംഗങ്ങളുള്ള സിനിമയൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതൊരു സ്പൂഫ് സിനിമയാണ്, ഒരു ഫൺ സിനിമയാണ്. ഡാർക്ക് ഹ്യൂമർ എന്നത് മലയാളിയെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.